ഹായ് ഗായ്സ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നൊന്ന് വൈറ്റൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മൾ. അതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് പാക്കിൻ്റെ ഫേസ് പാക്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ട വിധവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു പാക്കിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സസ്പെൻസ് കളയാണ്. നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്, കോഫി പൗഡർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും നെറ്റി ചുളിയും. കാരണം ഈ ഒരു കോഫി പൗഡർ ചേരാത്ത വ്യക്തികൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ ഞാനടക്കം അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു കോഫിയുടെ പൗഡർ ഉപയോഗിച്ചിട്ട് ഒരു പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതെൻ്റെ ഹസ്ബൻഡിനാണ് കൊടുക്കുന്നത്. കാരണം ആൾക്കേ ചേരുള്ളൂ, എനിക്ക് ചേരില്ല. അപ്പോൾ ഞാനിത് ഒഴിവാക്കി കണ്ടൊരു കാര്യമായിരുന്നു ഇത്. പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇട്ടത് ആ ഒരു ക്ലീൻ ബൗളിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുത്ത് നമ്മൾ കടലപ്പൊടിയാണ്, കടലമാവാണ് അത് ചേർത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂണ്. പിന്നീട് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ, അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു സ്പൂണിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ ചേരാത്ത വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്കിന്നൊന്നും കൂടി ഡാർക്കൺ ആവും കേട്ടോ. നന്നായിട്ട് സ്കിൻ ടോൺ അങ്ങനെ അങ്ങ് കുറഞ്ഞു പോകും. അത് എന്നോട് പേഴ്സണലായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുമുണ്ട്. നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു കോഫി പൗഡർ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇനി നിങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കാം, ഈ ഒരു കടലപ്പൊടിക്ക് പകരം ഞങ്ങൾ അരിപ്പൊടി ഉപയോഗിച്ചോട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ചെയ്ത മെത്തേഡാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, കടലപ്പൊടിയും നമ്മുടെ കോഫി പൗഡറും. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ്. ഇനി തൈര് ചേരാത്തവരുണ്ടാകാം. അതുപോലെ തന്നെ ആക്നി പ്രോൺ സ്കിന്നുകാർ, ഫേസിൽ പിമ്പിൾസ് ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവരൊക്കെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം തൈര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഒന്നും കൂടി വഷളാകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൈര് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടോണർ ഉപയോഗിക്കാം. ഇത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്ത് നമുക്കൊരു 15 to 20 മിനിറ്റ്സ് മാത്രം വയ്ക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 15 to 20 മിനിറ്റ്സ് അത്ര മാത്രം മതി കേട്ടോ. അതിൽ കൂടുതലായിട്ട് ആരും തന്നെ വെക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ഈ മെത്തേഡിൽ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പം ഇന്ന് മൺഡേ ആണെങ്കിൽ നമുക്കിനി ഇതൊരു 4 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം, ഒരു 4 to 5 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഫി അലർജി ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചേരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഫി സൂട്ട് ആവുന്നവരെ ഉറപ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഒരു 3 or 4 നിങ്ങൾ ഉപയോഗിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് ചേരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 ഡേയ്സ് അല്ലെങ്കിൽ 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ 15 to 20 മിനിറ്റ്സ് അത്രമാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കോഫിയുടെ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ദിവസം പുറത്ത് വെയിൽ കൊള്ളാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കുക. കാരണം ഈ ഒരു കോഫിയുടെ ആ ഒരു തരിതരിയായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഹാർഷായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ പഞ്ചസാര പോലെ നമ്മൾ പഞ്ചസാര സ്ക്രബ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ കോഫിയിൽ അങ്ങനെ നടക്കില്ല കേട്ടോ. നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യുന്ന മെത്തേഡ്. ദയവ് ചെയ്ത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ഡാമേജ് ആവും കേട്ടോ. കാരണം ഈ ഒരു കോഫി പൗഡർ ഈ ഒരു തരിതരിയായിട്ട് കാണുമ്പോൾ നമുക്ക് കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും ഇതിനെ കാണുക കേട്ടോ. പക്ഷെ നമ്മളിത് മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു തരിതരിപ്പ് ഭയങ്കര ഹാർഷാണ്. നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് വരുത്തുന്ന കാര്യം ഷുവറാണ്. നമ്മൾ പഞ്ചസാര പോലുള്ള ഒരു കാര്യമല്ല ഒരു കോഫി പൗഡർ. പഞ്ചസാര നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യുമ്പോൾ പഞ്ചസാര മെൽറ്റായി പോകും. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കോഫി അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.